കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് വരികയാണെങ്കിൽ ചികിത്സാ സംവിധാനങ്ങൾ കാര്യക്ഷമമല്ലാത്തതിനാൽ രോഗികൾ കടുത്ത ദുരിതത്തിലാണ്. ഒരു MRI സ്കാനിംഗ് മെഷീൻ മാത്രമാണ് നിലവിലുള്ളത്. തീപിടുത്തത്തിൽ കത്തിപ്പോയ ഉപകരണങ്ങൾ ഇതുവരെയും മാറ്റി സ്ഥാപിച്ചില്ല. അടിയന്തര സ്കാനിങ്ങിനൊഴികെ ആഴ്ചകളോളം കാത്തിരിക്കേണ്ട ഗതികേടിലാണ് ഇവിടെ എത്തുന്ന രോഗികൾ. ഒരു MRI സ്കാനിംഗ് മെഷീൻ കൊണ്ടാണ് പ്രതിദിനം 1000-ഓളം രോഗികൾക്ക് സ്കാനിംഗ് നടത്തുന്നത്. തീപിടുത്തത്തിൽ കത്തിനശിച്ച MRI സ്കാനിംഗ് മെഷീൻ, കാർഡിയോവാസ്കുലർ, ഗ്യാസ്ട്രോഎൻട്രോളജി എന്നിവ പുനഃസ്ഥാപിക്കുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിലെ MRI സ്കാനിംഗ് മെഷീൻ കേടായി കിടക്കാൻ തുടങ്ങിയിട്ട് വർഷം 2ആയി. അടിയന്തരമല്ലാത്ത സ്കാനിങ്ങിന് 1.5 മാസമെങ്കിലും കാത്തിരിക്കണം. പരിശോധനാ ഫലത്തിന് മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പ്. എക്യുപ്മെൻറ്റ്സ് പലതും പ്രവർത്തിക്കുന്നില്ല. ഇപ്പോൾ കാർഡിയോവാസ്കുലർ സർജറിൻ്റെ തിയേറ്റർ, ആ തിയേറ്ററിൽ ഒന്ന് ഇപ്പം പഴയ ബ്ലോക്കിനകത്ത് CH സെൻറ്റർ, അതായത് ഞാൻ ജനറൽ സെക്രട്ടറി ആയിരുന്ന സന്ദർഭത്തിൽ നിർമ്മിച്ചു കൊടുത്ത് 2014 ഹാൻഡ് ഓവർ ചെയ്തതിന് ശേഷമാണ് അവിടെ സർജറിയുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ സാധിച്ചത്. അതിന് മതിയാകാത്തത് കൊണ്ടാണ് PMSSYയിലേക്ക് ബ്ലോക്കിലേക്ക് സർജറി തിയേറ്റർ മാറ്റിയത്. ആ സർജറി തിയേറ്ററിനകത്തുള്ള മുഴുവൻ ഉപകരണങ്ങളും കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് കാത്തിരിക്കുന്നത് 200 പേരാണ്. വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് 30-ലേറെ പേർ കാത്തിരിക്കുന്നുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രതിദിനം 6-7 വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുമ്പോൾ കോഴിക്കോട് ഇത് 15 മുതൽ 18 വരെയാണ്. തിരുവനന്തപുരത്തേക്കാൾ രോഗാതുരമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കത്തിപ്പോയവയ്ക്ക് പകരമായി പുതിയ ഉപകരണങ്ങൾ സ്ഥാപിക്കാൻ പോലും ഇതുവരെയും നടപടിയുണ്ടായിട്ടില്ല. അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത മുഴച്ചു നിൽക്കുമ്പോഴും ആരോഗ്യവകുപ്പ് നിഷ്ക്രിയത്വം തുടരുകയാണ്. ക്യാമറാമാൻ അമർജിത്തിനൊപ്പം S. വിനേഷ് കുമാർ, അമൃത ന്യൂസ്, കോഴിക്കോട്.